Hey guys, welcome to the sessions of the CE Intermediate Paper number 1 Advanced Accounting. നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് AS15 എംപ്ലോയി ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതാണ് നമ്മുടെ എംപ്ലോയിക്ക് ബെനിഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ആ റിലേറ്റ് ചെയ്യുന്ന ഇയറിൻ്റെ ആണെങ്കിൽ പ്രസന്റ് വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ബെനിഫിറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തതായിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ലയബിലിറ്റി ആയിട്ടും ബുക്ക് ചെയ്യണം. ഇൻ റിലേറ്റിംഗ് ടു ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നുണ്ട്, ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. എപ്പോൾ എംപ്ലോയി റിട്ടയർ ചെയ്യുമ്പോൾ, അപ്പോൾ ആ ഒരു 10th ഇയറിലാണ് റിട്ടയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്തു വിടും. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം ഡിവൈഡ് ബൈ 10, അപ്പം 1 ലക്ഷം രൂപ ഒരു വർഷത്തെ ലയബിലിറ്റി ആയിട്ട് വരും. ബട്ട് എന്തായിരിക്കും, 1 ലക്ഷം നമുക്ക് അങ്ങനെ ലയബിലിറ്റി ആയി വരത്തില്ല. അത് പ്രസന്റ് വാല്യൂ ആയിരിക്കും ചെയ്യുന്നത് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ആ ഒരു വ്യത്യാസമുള്ള ഫിഗർ എന്തായിരിക്കും, നമ്മുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഒരു ലയബിലിറ്റി അതുണ്ടായ ഇൻട്രസ്റ്റ് ആയിരിക്കും ടൈമിംഗ് ഡിഫറൻസ് ഇട്ട് ഒരു പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഡിഫറൻസ്. നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിനകത്തോട്ട് കിടക്കുന്നില്ല. ഇൻ റിലേറ്റിംഗ് ടു ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലമായി ജസ്റ്റ് ഒരു വ്യത്യാസമുള്ള ഒരു പ്രോബ്ലമാണ്, അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. യെസ്, അപ്പം ഈ ഒരു പ്രോബ്ലം റിലേറ്റ് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ. അതായത് ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, സാലറി ഓരോ വർഷത്തെ സാലറി പേബിൾ അത് ഇട്ടിട്ട് വന്ന് ലാസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, സാലറിയും കൊടുക്കുന്നു. സെയിം കൈൻഡ് നമുക്ക് എന്ത് ചെയ്യും, ഈ സാലറിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് കറണ്ട് സർവീസ് കോസ്റ്റ് എന്നായിരിക്കും. ഇനി സാലറി പേബിൾ എന്തായിരിക്കും, ഡിഫൈൻ ബെനിഫിറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ആയിരിക്കും. ഇത്രയും കഥയെ ഇതിനകത്ത് ഉള്ളൂ. യെസ്, ഇൻ റിലേറ്റിംഗ് ടു ക്വസ്റ്റ്യൻ, നമ്മളുടെ ഒരു എംപ്ലോയി ഉണ്ട്, റോഷൻ എന്നാണ് പേര്. ഈ ഒരു റോഷനെ സംബന്ധിച്ചോളം റോഷനെ സംബന്ധിച്ചോളം കിട്ടുന്ന ഇയർലി ഉള്ള ആനുവൽ സാലറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 14,90,210 രൂപ. 14,90,210 രൂപ. കമ്പനിയുടെ ഒരു പോളിസി ഉണ്ട്, റോഷൻ പോകുമ്പോൾ റോഷൻ്റെ ലാസ്റ്റ് ഇയറിൽ എത്രയാണോ കൊടുത്തത് അതിൻ്റെ 25% എന്ത് ചെയ്യും, നമ്മൾ റോഷന് വേണ്ടി കൊടുക്കും. ഓക്കെയാണോ? ഇനി ഈ 25% ഒരു വർഷത്തിൻ്റെ ആണോ? നോ, ഓരോ വർഷം അയാൾ ഇവിടെ നിന്നതിന് എക്സ്ട്രാ 25% ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റോഷന് കൊടുക്കുന്ന ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം, മിനിമം എത്ര വർഷം നിൽക്കണം, 5 വർഷം, 5 ഇയേഴ്സ് ഓഫ് സർവീസ് നമ്മൾ നിൽക്കണം. ഇനി റോഷനെ സംബന്ധിച്ചോളം ഓരോ വർഷവും 10% ആയിട്ട് സാലറിയിൽ എന്തുണ്ട്, ഗ്രോ ഉണ്ട്. ഓക്കെയാണോ? ദാറ്റ് മീൻസ് ഈ 14,90,210 210 ആയിരിക്കത്തില്ല എന്ത്, 5th ഇയറിലെ സാലറി എന്ന് പറയുന്നത്. ഓക്കെയാണോ? യെസ്, റോഷനെ കമ്പനി അവർ എംപ്ലോയി ആയിട്ട് കയറ്റിയപ്പോഴാണ് ദ ബിഗിനിങ് ഓഫ് ദ ഇയറിലാണ്. ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ റോഷൻ മിനിമം 5 വർഷം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, വിചാരിക്കുന്നത്. ഇനി കഴിഞ്ഞ ഈ ക്വസ്റ്റിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ലൈൻ ആയിരിക്കും. റോഷന് 5 ഇയർലി ഇൻക്രിമെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ബിഗിനിങ് ഇയറിലായതുകൊണ്ട് എന്തുണ്ട്, റോഷൻ ചെല്ലുമ്പോഴേ 10% ഇൻക്രിമെൻറ്റിനകത്തോട്ടായിരിക്കും കയറുന്നത്. ഓക്കെയാണോ? നമ്മുടെ കാൽക്കുലേഷൻ കഴിഞ്ഞതാണെങ്കിൽ എന്താ, 50,000 ആയിരുന്നു. ആ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നത് അത് ഇയർ എൻഡിലായിരിക്കും സംഭവിക്കുന്നത്. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് റോഷൻ 5 വർഷത്തെ ഇൻക്രിമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, പി ആൻഡ് എല്ലിനകത്ത് എത്ര എമൗണ്ട്, നമ്മളുടെ ബെനിഫിറ്റ് ഒബ്ലിഗേഷൻ ആയിട്ട് എത്ര എമൗണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര, നമ്മുടെ പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെയാണോ? ജസ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും, എക്സ്പെക്റ്റഡ് ലാസ്റ്റ് ഓൺ സാലറി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എത്രാമത്തെ, 5ാമത്തെ ഇയറിൽ എൻഡിൽ എത്രയാണ് സാലറി വരുന്നത്. ഇത് ഫസ്റ്റ് ഇയറിൽ എത്ര രൂപയാണ്, 14,90,210 രൂപയാണ് എന്ത് ചെയ്യുന്നത്, സാലറി ആയിട്ട് കിട്ടുന്നത്. ഇൻറ്റു 1+ എത്രയാണ് ഇൻക്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ റൈസ് ടു എൻ, ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? യെസ്, നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ 14,90,210 ഇൻറ്റു 1+ എത്ര പെർസെൻറ്റേജാണ്, 10%. എത്ര വർഷത്തെ ഇൻക്രിമെൻ്റ് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, 5 ഇയർ അല്ലേ, 5 ഇയർ ഇൻക്രിമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ 5 ദാറ്റ് കംസ് ടു 1.6105. ഓക്കെയാണോ? എത്ര നമുക്ക് ആൻസർ കിട്ടുന്നത്, ദാറ്റ് കംസ് ടു 24 lakh. ഓക്കെയാണോ? 24 ലക്ഷം രൂപയായിരിക്കും ഈ ഒരു എംപ്ലോയി റോഷനെ സംബന്ധിച്ചോളം ലാസ്റ്റ് ഡ്രോൺ സാലറി ആയിട്ട് കിട്ടുന്നത്. ഓക്കെയാണോ? നമ്മൾ ജസ്റ്റ് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെയാണോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡിഫൈൻ ബെനിഫിറ്റ് ഒബ്ലിഗേഷൻ എത്ര വരും, നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് ഡ്രോൺ സാലറി 25% ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര രൂപ വരും, 24 ലക്ഷം രൂപയാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത്. ഇൻറ്റു
എത്ര പെർസെൻറ്റേജാണ്? 25% ആയിരിക്കും വരുന്നത്. ഇൻറ്റു എത്ര വർഷമാണ് കംപ്ലീറ്റ് ഇയർ ഓഫ് സർവീസ്? 5 years. ദാറ്റ് കംസ് ടു 30 ലക്ഷം രൂപയാണ് റോഷനെ സംബന്ധിച്ചോളം റോഷൻ 5ാമത്തെ ഇയറിൽ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന എമൗണ്ട്. സാർ 30 ലക്ഷം രൂപ പരിപാടി തീർന്നു. ഇനിയാണ് പരിപാടി. ഇനി എന്താണ്? നമ്മുടെ പി ആൻഡ് എല്ലിനകത്ത് എത്ര എമൗണ്ട് കാണിക്കണം? കറണ്ട് സർവീസ് കോസ്റ്റ് എത്രയാണ്? ഇതെവിടെ പോകും? പി ആൻഡ് എല്ലിനകത്ത് പോകും. എക്സ്പെൻസ്. ഓക്കെ, എങ്ങനെ ആയിരിക്കണോ? ഒരു വർഷത്തെ ഈച്ച് ഇയർ വരും 6 ലക്ഷം രൂപ. സാർ ഡയറക്റ്റ്ലി എടുത്തങ്ങ് തട്ടാം? നോ, ഇവിടെ പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെയാണോ? യെസ്. ഇനി പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? പ്രസൻറ്റ് വാല്യൂ. ഓക്കെയാണോ? ഇയേഴ്സ് ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. എത്ര എമൗണ്ട് വീതം? 6 lakh. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിച്ചായിരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രസൻറ്റ് വാല്യൂവിനകത്തോട്ട് കൊണ്ടുവരേണ്ടത്. ഡിസ്കൗണ്ടിങ് എത്ര പെർസെൻറ്റേജ്? ക്വസ്റ്റ്യൻ എത്ര പറയുന്നത്? ലാസ്റ്റിൽ കൊടുത്തേക്കുന്നുണ്ടല്ലേ? ജസ്റ്റ് ആ എമൗണ്ട് എടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഓക്കെയാണോ? 8%. ഫൈറ്റ്. ഓക്കെയാണോ? എത്ര എമൗണ്ട് കൊടുത്തേക്കുന്നത്? ഒരു വർഷം ഉണ്ടെങ്കിൽ ഡിഫറൻസ് എത്ര വരുന്നത്? നമുക്ക് ഇവിടെ ആടാ തെറ്റിപ്പോകുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ 1 റിലേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ വാല്യൂ. ദാറ്റ് മീൻസ് അറ്റ് ദ എൻഡ് ഇയറിലായിരിക്കും എത്ര വരുന്നത്? 1 വരുന്നത്. എന്ന് വെച്ചാൽ 5th ഇയറിലാണ് എന്ത് വരുന്നത്? 1 വരുന്നത്. ഒന്ന് കഴിഞ്ഞിട്ട് തൊട്ടടുത്തിരിക്കുന്ന ഏത് ഫിഗറാണ്? നമ്മൾ ലോജിക്കലി മാത്രം തിങ്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള ഇയറിൽ 0.926 ആയിരിക്കും. നമ്മൾ പ്രസൻറ്റ് വാല്യൂ ടു ഫ്യൂച്ചർ പോവുകയാണെങ്കിൽ എന്തായിരിക്കും? തിരിഞ്ഞായിരിക്കും വരുന്നത്. അതെപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ വെച്ചേക്കുക. ഓക്കെയാണോ? എത്ര ആയിരിക്കണം കറണ്ട് സർവീസ് കോസ്റ്റ്? ഓക്കെയാണോ? ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. 1 into 2. ഓക്കെയാണോ? ഇത് 1, ഇത് 2, ഇത് 3 ഫിസിക്കൽ 2, 3. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇവിടെ ഇനി നിങ്ങൾക്ക് ചിലപ്പം അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്. ജസ്റ്റ് ഈ നമുക്കിവിടെ ഏത് ഫിഗറിൻ്റെയാണ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരേ എമൗണ്ടിനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റർ. യെസ്. ഓക്കെ, കാൽക്കുലേറ്റർ ഉണ്ടോ? ഓക്കെ, ഈ കാൽക്കുലേറ്ററിനകത്ത് നമ്മൾ 6 lakh അടിക്കുക. ദെൻ ഇവിടെ ഇൻറ്റു ബട്ടൺ ഉണ്ടല്ലോ. യെസ്, 6 lakh അടിക്കുക, ഡബിൾ ടാപ്പ്. ദെൻ നമ്മുടെ ഓരോ വർഷത്തെ 0.735 അടിക്കുക. ദെൻ ഇസിക്കൽ ടു ബട്ടൺ ഞെക്കുക. ഓക്കെയാണോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ കിട്ടും. ദെൻ നമ്മൾ അടുത്ത ഫിഗർ അടിക്കുക. എങ്ങും തൊടൽ 0.794 അടിക്കുക. ഓക്കെയാണോ? ജസ്റ്റ് ദെൻ ഇസിക്കൽ ടു അടിക്കുക. നമുക്ക് ഫിഗർ കിട്ടി. ദെൻ അടുത്തത് എടുക്കുകയാണെങ്കിൽ എത്ര? അടുത്തത് 0.857 അടിക്കുക. ദെൻ ഇസിക്കൽ ടു ബട്ടൺ ഞെക്കുക. നമുക്ക് ഫിഗർ കിട്ടി. അടുത്തത് 0.926 ഇസിക്കൽ ടു ബട്ടൺ ഞെക്കുക. ഫിഗർ കിട്ടി.
നമുക്കില്ലെങ്കിൽ എന്താണ് 6 ലാക്ക് ഇൻറ്റു വീണ്ടും ഡിസ്കൗണ്ടിങ് ഫാക്ടർ അടിക്കാം, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, സമയം കൂടുതൽ വേണ്ടി വരും. ഇങ്ങനെ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒറ്റ ടാപ്പിൽ ഫിഗർ കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് കാൽക്കുലേറ്റഡ് ട്രിക്സ്. ഓക്കെ ആണോ? ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക, ഈ GT ബട്ടൺ അല്ലേ, ഇവിടെ ഒരു GT എന്ന് പറഞ്ഞൊരു ബട്ടൺ അറിയാമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. GT എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണകത്ത് ഞാൻ ഈ പറഞ്ഞ ഈ പ്രോസസ്സ് കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ ആണോ? ടോട്ടലി നമുക്ക് ഇതിൻ്റെ സം എത്രയാണെന്ന് വെച്ചാൽ അത് കിട്ടും. ഇവിടെ കിട്ടിയത് 25,87,200 റുപ്പീസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ടോട്ടലി ഇയാളുടെ നമ്മുടെ ആ ഒരു ഈ 6 ലാക്കിൻ്റെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ടോട്ടൽ എന്ന് വെച്ചാൽ ഈ 30 ലക്ഷത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്, 25,87,200 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇതാണ് എമൗണ്ട് എങ്കിൽ നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിഗർ ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് ആണ് ഈ 30 ലക്ഷത്തിലേക്ക് 25 ലക്ഷത്തിനെ എത്തിച്ചേക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഈ ഒരു ഞാൻ പറഞ്ഞു പ്രസന്റ് വാല്യൂവിനെയും ഫ്യൂച്ചറിൻ്റെയും ഇടയിൽ നിന്ന് കളിക്കുന്ന ഫാക്ടർ ആരാണ്, ഈ ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ലാബിലിറ്റി ആയാലും അസറ്റ് ആയാലും ഫ്യൂച്ചർ വാല്യൂവിനകത്തോട്ട് പോകുമ്പോൾ അതിനെ ഒരു ഇൻക്രീസ്ഡ് ഫിഗറിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കാം, നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, P&L കാണിക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷനകത്തോട്ട് പോവുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് cost charged profit and loss account each year. ഓക്കെ ആണോ? ഇയർ ഉണ്ട്, ബാലൻസ് എമൗണ്ട് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ദെൻ അടുത്ത് എന്തുണ്ട്, അടുത്ത് നമ്മുടെ ക്ലോസിംഗ് ഉണ്ട്. ഓക്കെ ആണോ? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് 5. ഓക്കെ, ഇയർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ ആണോ? ഇൻ ദ ഫസ്റ്റ് ഇയർ എത്രയാണ്, 0 ആണ് കറണ്ട് സർവീസ് കോസ്റ്റ്. ഓപ്പണിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇനി കറണ്ട് സർവീസ് കോസ്റ്റ് ദ ഫസ്റ്റ് ഇയർ എത്ര ആയിരിക്കും വരുന്നത്, 4,41,000 രൂപ. ഈ 41,000 രൂപ എന്താണ്, പ്രസന്റ് വാല്യൂ ആണ്, ഇന്നത്തെ വാല്യൂ ആണ്. അപ്പം ദെൻ എത്ര ആയിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്, അവിടെ 0 ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? എടാ നമ്മുടെ ബാങ്കിനകത്ത് നമ്മൾ പൈസ ഇട്ടേക്കുന്നത് ഈ വർഷത്തിൻ്റെ അവസാനമാണ്, അല്ലെങ്കിൽ ആ ഒരു അവസാനത്തെ ഫിഗറിനകത്ത് എന്ത് വരത്തില്ല, ഇൻട്രസ്റ്റ് വരത്തില്ലല്ലോ. 1-2 ദിവസത്തിൻ്റെ വ്യത്യാസം അതിനകത്ത് എന്ത് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഫിഗർ എന്ത് വരത്തില്ല, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല ലോജിക്കലി. 4,41,000 ക്ലോസിങ് എത്ര വന്നു, 4,41,000. ഓക്കെ ആണോ? ഇത് സെക്കൻഡ് ഇയറിൻ്റെ നമ്മളിപ്പോൾ ബാങ്കിൽ നോക്കും, 31 മാർച്ച് 2026 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നോക്കുമ്പോൾ നമുക്ക് അന്നൊരു ലയബിലിറ്റി ഉണ്ടായി. അന്നത്തെ ഓപ്പണിംഗ് പിറ്റേ ദിവസം April 1 നോക്കുമ്പോൾ എത്ര എമൗണ്ട് ഉണ്ട്, 4,41,000. എടാ ഇൻട്രസ്റ്റ് ഇനി എത്ര, ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞത്, 8% ആണ്. 8%. ഓക്കെ, ഇൻട്രസ്റ്റ് 8%. ഈ 4,41,000 8% എത്ര, 35,280. ഓക്കെ ആണോ? സാർ ഈ വർഷത്തേന് എന്ത് ഉണ്ട് നിങ്ങൾ ചാർജ് ചെയ്തില്ല. എടാ അത് എൻഡിലാണ് ആ കറണ്ട് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് അതിൻ്റെ ഇൻക്രീസ് ആയിട്ടുള്ള ലയബിലിറ്റി വരുന്നത്. ഓക്കെ ആണോ? സോ നമ്മളുടെ ഓപ്പണിങ്ങിന് മാത്രം എന്ത് ചെയ്താൽ മതി, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇൻ ദ സെക്കൻഡ് ഇയറിൽ എത്രയായിരിക്കും നമ്മളുടെ കറണ്ട് സർവീസ് കോസ്റ്റ് വരുന്നത്, നമുക്കത് ആദ്യം എഴുതിപ്പോവാം, ദെൻ കണ്ടുപിടിക്കാം. ഇനി ദെൻ എടാ 4,41,000 ഉണ്ട്. ഓക്കെ ആണോ? പ്ലസ് ഈ വർഷത്തെ എത്രയാണ്, 4,76,400. ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. ഈ വർഷം ലാസ്റ്റിൽ 4,76,400 രൂപ കൊണ്ടുപോകാൻ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗ് എമൗണ്ട് എത്രയായിരിക്കും, ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും. കൂട്ടുമ്പോൾ എത്ര എമൗണ്ട് വരും, പ്ലസ് ഇൻട്രസ്റ്റും കൂടെ വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 9,52,680 രൂപ ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? അടുത്ത പ്രാവശ്യം ഇൻട്രസ്റ്റ് എന്തിൻ്റെ മുകളിലായിരിക്കും ചാർജ് ചെയ്യുന്നത്, എന്തിൻ്റെ മുകളിലായിരിക്കും ചാർജ് ചെയ്യുന്നത്, ഈ ഒരു ക്ലോസിംഗ് എമൗണ്ടിൻ്റെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഏപ്രിൽ എത്ര എമൗണ്ട് ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളത്, 9,52,680 രൂപ.
ഓക്കെ, ഇതിൻ്റെ 8% കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വരും? 76,214 രൂപ. ഓക്കെയാണോ? ദെൻ ഈ ഇൻട്രസ്റ്റും ഇപ്രാവശ്യത്തെ നമ്മളുടെ കറണ്ട് സർവീസ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കിട്ടും? നമുക്ക് കിട്ടുന്ന ഫിഗർ 15,43,094 രൂപ. ഇതായിരിക്കും എന്തായിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് 15,43,094. ഓക്കെ, ഇതിൻ്റെ 8% എത്ര എമൗണ്ട് വരും? 1,23,447. ഇത്ര എടുത്താൽ മതി. ദെൻ ഇതിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്? ഈ വർഷത്തെ കറണ്ട് സർവീസ് കോസ്റ്റ്. ഇപ്രാവശ്യത്തെ ബാങ്ക് ആണെങ്കിൽ എന്ത് വരുന്നുണ്ട്? ഡെപ്പോസിറ്റ് എന്ന് നമ്മൾ പറയും. യെസ്, അങ്ങനെ വരുമ്പോൾ എത്ര എമൗണ്ട് വരും? 22,22,141 രൂപ വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം 1st ഏപ്രിലിന് വരുവാണെങ്കിൽ എത്ര വരും? 22,22,141. ഓക്കെയാണോ? ഇതിൻ്റെ ഇൻട്രസ്റ്റ് വരുമ്പോൾ എത്ര വരും? 8%. That comes to 177,771. കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് വരികയാണെങ്കിൽ അതെന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെയാണോ? യെസ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഫിഗർ 4,12,712. നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് വരുന്നത്? 25,87,200. ഒരു ചെറിയ ഡിഫറൻസ് അതിനകത്ത് വരുന്നുണ്ട്. എത്ര എമൗണ്ടിൻ്റെയാണ്? ഒരു 88 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ആ 88നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻട്രസ്റ്റിനകത്ത് ചാർജ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് വേണം? 30 ലക്ഷം രൂപ വേണം. ഓക്കെയാണോ? ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഫിഗർ എത്രയാണ് വരുന്നത്? ഇപ്പം കിട്ടിയേക്കുന്നത് 88 രൂപ കുറഞ്ഞ ഫിഗർ ആയിരിക്കും. സോ നമുക്ക് ലാസ്റ്റ് ഇയറിൽ അതും കൂടെ ആഡ് ചെയ്യാം. +88. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,77,859 ആയിരിക്കും. ഓക്കെയാണോ? ഇവിടെ 88 രൂപ റൗണ്ട് ഓഫ് ഫിഗർ മെറ്റീരിയാലിറ്റിയിലെടുത്തു. 30 ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻ അതിനകത്ത്. ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടും? 30 ലക്ഷം രൂപ കിട്ടും. ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 4,12,800 രൂപയും നമ്മളുടെ കറണ്ട് സർവീസ് കോസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് 25,87,200 രൂപയും ആളിൻ റുപ്പീസാ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ P&L റെക്കോർഡ് ചെയ്യും. ഓക്കെയാണോ? അറ്റ് ദ എൻഡ് പുള്ളിക്കാരന് എത്ര രൂപ നമുക്ക് ഇത് കൊടുക്കണം? ഡിഫൈൻ ബെനിഫിറ്റ് ഒബ്ലിഗേഷൻ ആയിട്ട് 30 ലക്ഷം രൂപയും കൊടുക്കണം. പ്രോബ്ലം ഈസ് ഓവർ. ഇതായിരിക്കും എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഞാൻ ജസ്റ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോയത്. ജസ്റ്റ് എന്താണ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. നമ്മളിവിടെ എന്താ ചെയ്തേക്കുന്നത്? നമ്മളിവിടെ ചെയ്തത് ആദ്യം നമ്മൾക്ക് സാലറി തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ സാലറി. ഈ സാലറി 5th ഇയറിലെ സാലറി ആക്കി. ഓക്കെയാണോ? എന്ത് ചെയ്തു? ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിച്ചു. ആണോ? ഇതേ ഇൻറ്റു എത്ര? 25% ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ആ ഒരു ബെനിഫിറ്റ് തരുന്നത്. അതേ ഇൻറ്റു നമ്പർ ഓഫ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? അന്നത്തെ ഡിഫൈൻ ബെനിഫിറ്റ് ഒബ്ലിഗേഷൻ കിട്ടി. ഈ ഒബ്ലിഗേഷൻ 5th ഇയർ മാത്രം റിലേറ്റ് ചെയ്തതല്ല. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ 5th ഇയറിൽ നിന്നിട്ട് പ്രസൻറ്റ് വാല്യൂ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഇങ്ങനെ നമ്മൾ ഓരോ വർഷത്തിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെയാണോ? ഈ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ നമുക്കൊരു ഡിഫറൻസ് വന്നു. ഈ ഡിഫറൻസ് എന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റിൻ്റെയാണ്. ഓക്കെയാണോ? ഈ ഇൻട്രസ്റ്റിനെ നമ്മൾ P&L കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഈ ഡിഫൈൻഡ് ഒബ്ലിഗേഷനകത്തോട്ട് കിട്ടത്തുള്ളൂ. എടാ, എങ്ങനെ പോയാലും നിങ്ങൾ അക്കൗണ്ട് ചെയ്തോ ഇല്ലാന്ന് അറിയത്തില്ല, 30 ലക്ഷം രൂപ ചേർക്കാൻ പോകുമ്പോൾ നമ്മുടെ റോഷൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെയാണോ? അങ്ങനെ കൊടുക്കണമെങ്കിൽ കറണ്ട് സർവീസ് കോസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ, എന്ത് വേണം? ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്യും. ഓക്കെയാണോ? സംഭവം ക്ലിയർ ആണോ? ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഓക്കെ, പക്ക ക്ലിയർ.